ഹലോ ആർമി ബൈയർ സൈഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഫസ്റ്റ് എപ്പിസോഡിനെക്കാട്ടി സെക്കൻഡ് എപ്പിസോഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നീ വന്നോ? ഇന്നെന്താ ലേറ്റ് ആയത്? ഒന്നും പറയണ്ട എൻ്റെ ലക്ഷ്മിക്കുട്ടി, ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ. എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. എനിക്കുള്ള ഫുഡ് എടുത്ത് വയ്ക്കൂ. മോൻ പോയി കുളിച്ചിട്ടോ, അമ്മ ഫുഡ് എടുത്ത് വയ്ക്കാം. ഞാനിപ്പോ എന്താ ചിന്തിച്ചേ? എന്റെ മനസ്സേ, നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലേ? നേരം വിളിച്ചു. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. അപ്പൊ നീ ഒന്നും കഴിക്കുന്നില്ലേ? ഇല്ല അമ്മേ, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. എന്നാ ശരി, പോയിട്ട് വാ. ഇതാണ് നമ്മുടെ കഥയിലെ നായിക ഒന്നുകൂടി പരിചയപ്പെടാം. കൃഷ്ണപ്രസാദിന്റെയും രേണുക കൃഷ്ണപ്രസാദിന്റെയും ഒരേ ഒരു മകളാണ് നമ്മുടെ ശിവാനി കൃഷ്ണ. പുള്ളിക്കാരി ചെറിയൊരു പാട്ടുകാരി കൂടിയാണ്. ഇപ്പൊ സ്വന്തം ഹോസ്പിറ്റലിന്റെ MD ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാ കൃഷ്ണേട്ടാ ചായ. അവിടെ വെച്ചേക്ക്. മോൾ എണീറ്റില്ലേ? അവളെ എണീറ്റ് കാണും. അല്ല, നിങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലൊന്നും പോണില്ലേ? ഇല്ല, ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോണില്ല. ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ എന്റെ മകളെ ഏൽപ്പിച്ചിട്ട് വിശ്രമിക്കാനാണ് എന്റെ തീരുമാനം. എന്താ നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. അല്ല, ഇത് മോളോട് പറഞ്ഞായിരുന്നു? അതൊക്കെ ഞാൻ പറഞ്ഞു. അവളെ സമ്മതിക്കുകയും ചെയ്തു. എന്താണ് ഇവിടെ ഒരു ചർച്ച? നിങ്ങളോട് പറയുമായിരുന്നു, ഹോസ്പിറ്റലിന്റെ എല്ലാ ചുമതലകളും എന്റെ മോളെ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഞാൻ വിശ്രമിക്കാൻ പോകുവാണ്. എന്താ സിസ്റ്ററെ, അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ? അതോ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പുതിയൊരു അതിഥി വരുന്നതിന്റെ ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അതൊരു 1.5 മുതലാണ്. നമ്മുടെ കൃഷ്ണൻ സാറിന്റെ മകളാണ് വരുന്നത്, ശിവാനി കൃഷ്ണ. അവരോ? ഹോസ്പിറ്റലിന്റെ ഭരണം ഏറ്റെടുക്കാൻ പോകുവാണ്. അതിന്റെ ഓഫീസ് വർക്കാണ് കാണുന്നത്. അത് ശരി. എങ്കിൽ പിന്നെ നമുക്ക് കോപ്പി അങ്ങ് തുടങ്ങിയാലോ? ഓക്കെ സാർ. നൻപാ, നീയോ? നല്ല ബെസ്റ്റ് അയൽക്കാരിയാണല്ലോടാ നിന്റെ ഓപ്പോസിറ്റ് ക്യാബിനിലേക്ക് വരുന്നത്. അതിനിപ്പോ എന്തുവാ? അതിനൊന്നുമില്ല, എന്നാലും പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് പോടാ, നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഒന്നും പറയാൻ പറ്റില്ല മോനെ. നിനക്ക് അവളോടെന്തോ ഒന്നില്ലേ? എന്തായാലും ഒരു പ്രണയത്തിന്റെ തുടക്കമാണോ ഇതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീ എന്നെ എന്തിനാ നോക്കി പേടിപ്പിക്കുന്ന? ഇല്ലേ, നീ കണ്ടോ? ഓഹോ, മോനെ, ഇതാ ഞാൻ പറഞ്ഞു. അങ്ങനെ ഉദ്ഘാടന പരിപാടികളെല്ലാം കഴിഞ്ഞു. ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടു. പല മാറ്റങ്ങൾ കൊണ്ടുവന്നു. രോഗികൾക്ക് ഉപകാരപ്രദമായ പല കാരുണ്യ പ്രവർത്തനങ്ങളും ഉണ്ടായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പുതിയ ചികിത്സാ നിരക്കുകളും കൊണ്ടുവന്നു.
അപ്പൊ ശിവാനി മേഡത്തിന് ഹോസ്പിറ്റലിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. പിന്നെ എന്താ ആള് ടെററാണെന്ന് എല്ലാരും പറയുന്നത്? നോക്കാം. ഇതെന്താ? ഓ, നൈൻ ബോർഡായിരുന്നു. ഡോക്ടർ ശരൺ കേശവ്. ഹലോ, ഞാൻ ശിവാനിയാണ് സംസാരിക്കുന്നത്. ഒ പിയിലെ ഒരു നൈൻ ബോർഡ് ഇളവിയിരിക്കുകയാണ്. അത് ഒന്ന് വന്ന് ശരിയാക്കും. ഓക്കെ മേഡം, ഇപ്പോൾ വരാം. ഗുഡ് മോർണിംഗ്. സിസ്റ്റർ എന്താ ഇവിടെ നിൽക്കുന്നേ? ഡോക്ടറെ, നമ്മുടെ ഒ പിയിലെ നൈൻ ബോർഡ് ഒന്ന് ഇളവി വീണായിരുന്നു. ശിവാനി മാഡം വിളിച്ച് പറഞ്ഞായിരുന്നു മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇപ്പോൾ ആൾ വന്ന് ശരിയാക്കും. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ നൈൻ ബോർഡ് ഒന്ന് ഇളകി വീണായിരുന്നു. ഞാൻ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആളൊന്ന് ശരിയാക്കും. ഓക്കെ മാം, താങ്ക് യു. സിസ്റ്റർ, പുറത്തെന്താ ഒരു ബഹളം? ഡോക്ടർ, ഏതോ ഒരു പേഷ്യൻറ്റിന് സീരിയസ് ആണെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സിസ്റ്റർ, എന്താ ഉണ്ടായി? പേഷ്യൻറ്റിനെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്നതാ മാഡം. പെട്ടെന്ന് ശരൺ സാർ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ജീവൻ തിരിച്ചെടുക്കാൻ പറ്റിയത്. എന്തായാലും അവിടേക്കൊന്ന് പോയിട്ട് വരാം. ഡോക്ടർ ഇല്ലേ ഇവിടെ? ഇത് ഡോക്ടറിൻ്റെ ഫയലല്ലേ? ശരൺ കേശവ്, കാർഡിയോളജിസ്റ്റ്, 27 വയസ്സ്. എക്സ്ക്യൂസ് മീ മാഡം. മാഡം എന്താ ഇവിടെ? ഞാൻ ഡോക്ടറിനെ കാണാൻ വന്നതാണ്. നേരത്തെ കൊണ്ടുപോയ പേഷ്യൻറ്റിന് എങ്ങനെയുണ്ട് ഇപ്പോൾ? പേഷ്യന്റ് അപകടാവസ്ഥയൊക്കെ തരണം ചെയ്തു. ഞാൻ അതറിയാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഓക്കെ, ശരി. അപ്പം മേഡത്തിന് ചിരിയാനൊക്കെ അറിയാം. അയ്യോ, എന്നെപ്പറ്റി എന്ത് വിചാരിച്ച് കാണുന്നുണ്ട്? എന്ത് വിചാരിക്കാൻ? ഞാൻ ഡോക്ടറിനെ കാണാൻ ചെന്നില്ലേ? അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. എന്നാലും ഒരാളില്ലാത്തപ്പോൾ അയാളുടെ ക്യാബിന് കയറുന്നത് ശരിയല്ലല്ലോ. വേണ്ടായിരുന്നു. എടാ, സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന പേഷ്യന്റിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടാ. ICU മാറ്റിയിട്ടുണ്ട്. ഡേ നോക്കടാ, ആരാ വരുന്നേന്ന്? ആര്? എവിടെ? എടാ, അവളിപ്പോ നിന്നെ നോക്കിയല്ലേ ചിരിച്ചത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചല്ലോ. മറ്റേ പേഷ്യന്റിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചായിരുന്നു. ഇങ്ങോട്ടാ വന്ന് സംസാരിച്ചത്. അങ്ങനെയൊക്കെ നടന്നു. ഇന്ന് OP ഇല്ലേ ഇവിടെ? സിസ്റ്റർ,
ഇന്നെന്താ ഇവിടെ OP ഇല്ലേ? ആരെയും കാണുന്നില്ലല്ലോ. അത് മാഡം, ഡോക്ടർ ലീവാണ്. അതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എല്ലാം ക്യാൻസൽ ചെയ്തു. ഡോക്ടർ എവിടെ പോയി? സാറിന്റെ ആരോ മരിച്ചു. നാട്ടിലായതുകൊണ്ട് ഒരാഴ്ച ലീവ് എടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഡോക്ടർ ഒരാഴ്ച ഇവിടെ കാണൂല. ഞാൻ എന്തിനാ അതിനെ പറ്റി ആലോചിക്കുന്നേ? അമ്മ, ആ മോള് വന്നോ? ഇന്നെന്താ നേരത്തെ? ഇല്ലെങ്കിൽ നൈറ്റ് ആവുമല്ലോ. കുറച്ച് ടയേർഡ് അമ്മ, അതുകൊണ്ടാ നേരത്തെ ഇറങ്ങിയത്. ആ ശരി ശരി, പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ ചായ എടുത്ത് വയ്ക്കാം. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അച്ഛൻ എവിടെ പോയി? ഓ അച്ഛനോ? അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. നീ എന്തിനാ എന്നെ വിട്ടു പോയത്?